ഈ നാണം കെട്ടും പണം നേടുകയെന്നല്ലേ, അതാണ് ഇതിൻ്റെ പോളിസി. ആ വീഡിയോ ഇടുന്നതും ആൾക്കാർ ആ വീഡിയോ കണ്ടിട്ട് കമൻ്റ് അടിക്കുന്നതും അഭിപ്രായം പറയണമൊക്കെ കേൾക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കിച്ചൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഋതപ്പൻ്റെ പിറന്നാളിന്. പിന്നെ എനിക്കിപ്പോൾ അങ്ങോട്ട് വരാൻ പറ്റില്ല, നമുക്ക് കാണാം. ഇപ്പം ഞാൻ അങ്ങനത്തെ പറ്റാത്തൊരു സാഹചര്യത്തിലാണ്. ഇംഗ്ലീഷിലാണ് കേട്ടോ പോസ്റ്റ്. അപ്പോൾ പിന്നെ ഇപ്പം ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിലാവില്ല. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കിച്ചു ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റ് വന്നതിൻ്റെ ശേഷം രേണു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വീഡിയോയിൽ രേണു പറയുന്നത് രേണുവിനെ സൈബർ ബുള്ളിങ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കിച്ചു അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഋതപ്പന് വായിക്കാനൊന്നും അറിയില്ല, അതുകൊണ്ട് ഋതപ്പനല്ല ആ പോസ്റ്റ് എന്നെ സൈബർ ബുള്ളിങ് ഇടാൻ വേണ്ടിയിട്ട് ഇട്ടതാണെന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് കണ്ടു നോക്കാം. കുറച്ച് മലയാളം പോലും നേരത്തെ വായിക്കാൻ അറിയില്ല, പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇംഗ്ലീഷാണ് നിന്റെ ചേട്ടൻ പോസ്റ്റ് ഇട്ടത് കേട്ടോ. എനിക്കിപ്പോൾ നിന്റെ അടുത്തേക്ക് വരാൻ കഴിയുന്ന സാഹചര്യമല്ലെന്ന് എനിക്കറിയാം. എന്ത് സാഹചര്യമാണെന്ന് അതിനെ വളർത്തുവാനോടാണ് ഞാൻ ചോദിക്കുന്നത്, അല്ലെങ്കിൽ ബിച്ചുവിന്റെ ഋതപ്പന്റെ സ്വന്തം ചേട്ടനോടാണ് ഞാൻ ചോദിക്കുന്നത്. എന്ത് സാഹചര്യമാണ്? ഇവിടെ ആരും പറഞ്ഞിട്ടില്ല ഇങ്ങോട്ട് വരേണ്ടതെന്നൊന്നും ആരും പറഞ്ഞില്ല. കാരണം അത് കൊല്ലം സുധിച്ചേട്ടന്റെ മൂത്ത മകന്റെയും, അതായത് രാഹുലിന്റെയും ഋതുവിന്റെയും സ്വന്തം വീടാണ്. ഇവിടെ ആരും നിങ്ങളെ രാഹുൽ ദാസിനെ വരക്കിയിട്ടില്ല. പിന്നെ എന്ത് സാഹചര്യമാണുള്ളത്? ഇത് കൊച്ചു. അപ്പോൾ ഇപ്പം രേണു പറയണത് കേട്ടില്ലേ, ഇവിടെ ആരും വിലക്കിയിട്ടില്ല, അങ്ങോട്ട് വരരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട്. ഇപ്പോൾ കിച്ചു ആ വീട്ടിൽ താമസിക്കുന്നില്ല, കിച്ചു അവൻ്റെ വീട്ടിലാണ്, അച്ഛൻ്റെ ഫാമിലിയിലാണുള്ളത്. അപ്പോൾ ഇൻ്റർവ്യൂവിലല്ല, കിച്ചു ഒരു വീഡിയോയിൽ വന്നിട്ട് പറഞ്ഞിരുന്നു അവിടെ നിന്ന് അങ്ങനെ ആരോടും സംസാരിക്കാനില്ല, കൂട്ടില്ല, റൂമിൽ തന്നെ കമ്പ്യൂട്ടറുമായിട്ട് കഴിഞ്ഞത്. ആ കഥകളൊക്കെ പറഞ്ഞ് ആ കാലം മുതലാണ് രേണുവിന് കിച്ചുവിനോട് ദേഷ്യം തുടങ്ങിയിട്ടുള്ളത്. നമ്മളോട് ഭയങ്കരമായിട്ട് ദേഷ്യത്തിൽ പെരുമാറുന്ന, നമ്മളോട് മുണ്ടാത്തൊരു വീട്ടിൽ നമുക്ക് തുടരാൻ സാധ്യമല്ല. ആർക്കായാലും അതാണ് സ്ഥിതി. അതിപ്പോൾ നിൻ്റെ വീടാണ് കിച്ചു, നിനക്ക് എപ്പോൾ വേണമെങ്കിലും വരാമെന്നൊക്കെ പറഞ്ഞാൽ ആ വീട്ടിലുള്ള ആൾക്കാരുടെ പെരുമാറ്റം അനുസരിച്ചിരിക്കും ആ വീട്ടിൽ നമ്മൾ കയറി ചെല്ലണോ, അവിടെ സ്റ്റേ ചെയ്യണോ എന്നൊക്കെ നമ്മൾ ആരായാലും അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഒരു പ്രശ്നമില്ലാതെ ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഇപ്പോൾ രേണു കിച്ചുവിന് പറ്റിയിട്ട് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു മീഡിയയിലുള്ള ഇൻ്റർവ്യൂ ഇട്ടത്. അതിൽ കിച്ചുവിനെയും കിച്ചുവിൻ്റെ ഫാമിലിനെയും ഒക്കെ നന്നായിട്ട് രേണു പറഞ്ഞിട്ടുണ്ട്. കിച്ചു പറയുന്നത് എന്താ, കിച്ചു പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, രേണുവിന് മാത്രം ഒന്നും പറയാൻ പാടില്ലായുള്ളൂ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പലതും പറഞ്ഞ് വെറുപ്പിച്ചത് കൊണ്ടാണ് ആ കുട്ടി പറഞ്ഞത്. അതുകൊണ്ടാണ് ആർക്കായാലും വെറുപ്പാണ് കുടുങ്ങുന്നത്. അതുകൊണ്ടാണ് ആ കുട്ടി പിന്നെ ആ വീട്ടിലേക്ക് വരുന്നില്ല, എനിക്ക് സാഹചര്യം ശരിയല്ല എന്ന് പറഞ്ഞത്. അത് എടുത്തിട്ട് പിന്നെ രേണു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. അതാ പിന്നെ രേണു പറയണത് വിളിച്ചില്ല, പറഞ്ഞില്ല എന്നൊക്കെ. രേണു ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെന്ന് മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോയിൽ. ഈ ബ്ലോക്ക് ചെയ്യാണ്, ആരും വിളിക്കേണ്ട, ആരായിട്ടൊരു ബന്ധമില്ല എന്നൊക്കെ. നമ്മളെ ബ്ലോക്ക് ചെയ്ത ഒരാൾക്ക് നമുക്ക് വിളിക്കാൻ പറ്റുമോ? പല സമയത്തും പലതും പറയണത് എന്താ പറയണതെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കെങ്കിലും വേണ്ടേ? വലിയ വിവാദമാക്കി ആൾക്കാർ. ഞാൻ അവനെ സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുത്തു, ഞാൻ രാഹുലിനെ കിച്ചുവിനെ സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുത്തു. അപ്പൊ ഇത് എന്നെ സൈബർ ബുള്ളിങ്ങിന് ഇട്ടതല്ല കേട്ടോ, ഇത് കൊച്ചു വായിക്കാൻ വേണ്ടിയിട്ട്, 7 വയസ്സുള്ള കുട്ടി വായിക്കാൻ വേണ്ടി ഇട്ടതാണ്. കിച്ചുവിന് എപ്പം വേണേലും ഇവിടെ റൂമുണ്ട്, വീടുണ്ട്, കിച്ചുവിന്റെ മുഴുവൻ വീടുണ്ട്, കിച്ചുവിന്റെ ഋതുവിന്റെ അവകാശപ്പെട്ട വീടാണ്. ഞാൻ എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇങ്ങോട്ട് വരണ്ടെന്നോ എന്റെ കൊച്ചിനോട് മിണ്ടണ്ടെന്നോ ഒന്നും? ഞാൻ നിന്റെ അനിയനാണെങ്കിൽ നിനക്ക് വരാമല്ലോ, നിനക്ക് കാണാറുണ്ടല്ലോ, നിനക്ക് വീഡിയോ കോൾ ചെയ്യല്ലോ. ഈ പോസ്റ്റ് ഇട്ടത് എന്നെ സൈബർ ആക്രമണത്തിന് ഇട്ട് കൊടുക്കാറില്ല, അതേ ഞാൻ പറഞ്ഞു. കാണാലോ വരായിരുന്നല്ലോ എന്നൊക്കെയാണ് ഇപ്പം പറഞ്ഞത്. പക്ഷേ ഇങ്ങനൊന്നും അല്ലായിരുന്നു കുറച്ച് മുന്നേ പറഞ്ഞിരുന്നത്. പിന്നെ എൻ്റെ കാലശേഷം ഈ കുട്ടീനെ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. പിന്നെ വേറെയുള്ളവർക്കൊന്നും യാതൊരു അവകാശവും ഇല്ല, എനിക്കെന്തെങ്കിലും പറ്റുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടുകാർക്ക്, ചേച്ചിക്ക്, അമ്മയ്ക്കും അച്ഛനും ചേച്ചിയുടെ ഭർത്താവിനൊക്കെ ഉള്ളൂ അവകാശം എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിരുന്നു. അപ്പോഴും അതിൻ്റെ സ്വന്തം ചേട്ടനുണ്ട്. ഞാൻ അന്നും ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു, എത്ര തന്നെ തേച്ച് മാച്ച് കളഞ്ഞാലും ബന്ധം മുറിയില്ല, കാരണം അവർ സഹോദരന്മാരാണ്, അതൊരിക്കലും ആ സത്യം മനസ്സിലാക്കുന്നുള്ള കാര്യം അന്ന് തന്നെ ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞിരുന്നു. അന്ന് രേണു പറഞ്ഞ അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ പറഞ്ഞു നിനക്ക് വിളിക്കായിരുന്നില്ലേ, പറയായിരുന്നില്ലേ, ബ്ലോക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ പിന്നെ വിളിക്കാൻ പറ്റുമോ? ആർക്കായാലും വിളിക്കാൻ പറ്റില്ല. എന്താ ഈ പല സമയത്തും പലതും പറയുന്നത്? പിന്നെ അച്ഛനാണെങ്കിൽ, ആ പള്ളിയിൽ അച്ഛനാണെങ്കിൽ അന്ന് പറഞ്ഞു പിന്നെ ഒരു മുറിയുണ്ട്, വേണമെങ്കിൽ വന്ന് ഇവിടുന്ന് താമസിക്കുക, ഇല്ലെങ്കിൽ പിന്നെ നാട്ടുകാരെ കൊണ്ട് അടുപ്പിക്കുന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിരുന്നില്ലേ. അപ്പോൾ അത്രയും എതിർപ്പുള്ള ഒരു ഫാമിലി, അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട്. ആ ഭാഗത്ത് ആ കുട്ടി വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ അത് തനിച്ചായി പോകും. അമ്മയില്ല, അച്ഛനും ഇല്ല, ഉള്ളതാണെങ്കിൽ വീട്ടിലുള്ളവരൊക്കെ ശത്രുക്കളുമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു വീട്ടിൽ എങ്ങനെ വന്ന് സ്റ്റേ ചെയ്യും? എന്താ ഈ പറയുന്നത്? എനിക്കിത് പറയണമെന്നുണ്ടായിരുന്നു. ഞാൻ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല, ഋതുവിനോടും പറഞ്ഞിട്ടില്ല, അത് നിന്റെ ചേട്ടനല്ലെന്നും പറഞ്ഞിട്ടില്ല, അത് നിന്റെ അച്ഛന്റെ വീട്ടുകാരല്ലെന്ന് ഞാൻ പറഞ്ഞു. അവരുടെ ബന്ധം അവർ രാവിലെ തന്നെ കൊച്ചിനെ വിളിച്ച് വീഡിയോ കോൾ ചെയ്തു, ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു. അതുപോലെ കിച്ചുവിനും ചെയ്യാറുണ്ടല്ലോ. കിച്ചു ഈ പോസ്റ്റ് ഇട്ട് എനിക്കിട്ട് സൈബർ ബുള്ളിങ്
തരാണെന്ന് എനിക്കറിയില്ല, അത് വിഷയമല്ല. ഇന്ന് ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഋതപ്പനെ വിളിച്ചുകൊണ്ട് ഇരുത്തിയേക്കുന്നത്. വേറൊന്നുമല്ല, ഋതപ്പന്റെ ചേട്ടൻ ഇന്ന് ഋതപ്പന് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഋതപ്പന് മാത്രം വായിക്കാൻ വേണ്ടിയിട്ട്. പോസ്റ്റിന്റെ മലയാളം ഇതാണ്. ഓക്കെ, അത് ഞാൻ വായിച്ചിരിക്കും. അതിന് മുന്നേ ഋതപ്പൻ ഒന്ന് വായിച്ചത്, ഋതപ്പന് വേണ്ടിയിട്ടേക്കാണ് ഋതപ്പൻ ഒന്ന് വായിച്ചത്. കാരണം ഋതപ്പന്റെ ബർത്ത്ഡേ ആണ്, ഋതപ്പന് കാണാൻ വേണ്ടിയിട്ടാണ് ഋതപ്പന്റെ ചേട്ടൻ പോസ്റ്റ് ഇട്ടേക്കുന്നത്. അപ്പൊ നമ്മളത് വായിക്കേണ്ട കാര്യമില്ല, ഋതപ്പൻ വായിച്ചു. അതെ, നമ്മളെല്ലാവരും കുട്ടികളുടെ ബർത്ത്ഡേ ആകുമ്പോൾ പോസ്റ്റ് ഇടും, സ്റ്റോറി ഒക്കെ ആയിട്ട് ഇടുമല്ലോ സോഷ്യൽ മീഡിയയിൽ. ഇപ്പം അത് പിന്നെ വാട്സാപ്പിലൊക്കെ ഇടുന്ന ഒരു ട്രെൻഡാണല്ലോ. ആരൊക്കെ ഇട്ടിട്ടുണ്ട് എന്നുള്ളതൊക്കെ നോക്കുക. അതൊന്നും ഈ കുട്ടികളെല്ലാം നോക്കുക, അതൊക്കെ സാധാരണ വലിയവർ തന്നെയാണ് നോക്കുക. കുട്ടികൾക്ക് നോക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അങ്ങനെ ഫോണൊന്നും ഉപയോഗിക്കില്ലല്ലോ. നമുക്കറിഞ്ഞാലും കൊച്ചു കുട്ടികൾ എത്രത്തോളം ഫോൺ ഉപയോഗിക്കുക, ഇതപ്പൻ എത്ര പ്രായമായിട്ടുണ്ടെന്ന് കാണുന്നവർക്ക് മനസ്സിലാവണുള്ളൂ. പിന്നെ ഈ പോസ്റ്റ് ഇട്ടത് നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് നമ്മളെ ഇഷ്ടത്തിനാണ്. ഇപ്പം ഞാൻ വീഡിയോ ഇടുന്നതും ആൾക്കാർ ആ വീഡിയോ കണ്ടിട്ട് കമൻ്റ് അടിക്കുന്നതും അഭിപ്രായം പറയണമൊക്കെ കേൾക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഉള്ളത് പറയാമല്ലോ, ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയാണ് കേട്ടോ. ഞാനിപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് ഇന്നെ എത്രയോ ആൾക്കാർ കളിയൊക്കെ ഉണ്ട് അറിയാം. ഞാൻ മുന്നിൽ നിൽക്കുമ്പോൾ പറയില്ല, ഞാൻ തിരിഞ്ഞാൽ പറയും ഇതിൻ്റെ ക്യാമറ ക്ലിയർ ഇല്ലാണ്ട് കളിയാക്കും, സ്റ്റാൻഡേർഡ് ഇല്ലാത്ത വീഡിയോസാണ് ഇടുന്നത്. ഞാൻ വിചാരിക്കും പറഞ്ഞവരവിടെ പറഞ്ഞോട്ടെ, എനിക്കുള്ള ഈ ഫെസിലിറ്റീസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ ചെയ്യുന്നത്. ഇങ്ങനെ വീഡിയോ എടുക്കുന്നതും അത് പോസ്റ്റ് ചെയ്യുന്നതും അതിനുള്ള ഒരു ഫീഡ്ബാക്ക് കിട്ടുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏത് പ്ലാറ്റ്ഫോമിലാണെങ്കിലും എനിക്ക് വീഡിയോ ഇടുന്നതും എനിക്കിഷ്ടമുള്ളൊരു കാര്യമാണ്. നമ്മളുടെ ഒരുപാട് സങ്കടങ്ങളൊക്കെ മാറും നമ്മളതിലേക്ക് എഡിറ്റ് ചെയ്യാനും അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ നമ്മളെ തന്നെ മറക്കും. സത്യം പറയാലോ, വീഡിയോസ് ഇടുകയാണെങ്കിൽ നമ്മുടെ ഈ സമയത്തിൻ്റെ ഒരു പകുതി സമയം അതിന് വേണ്ടിയിട്ട് ചിലവാക്കും. കാരണം എല്ലാവരും പറയും ഒരു പണിയില്ലാതെ പൈസ ഉണ്ടാക്കുകയാണ്. ഞാൻ പൈസ ഒന്നും ഉണ്ടാക്കാൻ തുടങ്ങിയില്ല, വേറെ കാര്യം. അങ്ങനെയാണ് പണി യൂട്യൂബേഴ്സൊക്കെ എന്ന് പറയും. പക്ഷേ ഇതിൻ്റെ പിന്നിൽ നല്ല പണിയുണ്ട് കേട്ടോ. എന്നെ പോലത്തെ ഒരു വ്യക്തിക്കൊക്കെ ഇഷ്ടംപോലെ പണിയുണ്ട്. കാരണം എന്താ വെച്ചാൽ എഡിറ്റിങ്ങൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ അവസ്ഥ. എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. കുറേ ടൈം എടുത്തിട്ടൊക്കെയാണ് എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഒരു ദിവസത്തിൻ്റെ പകുതി ഇടാൻ പറഞ്ഞാൽ അതിന് പോവും. എന്നാലും നമ്മളെ വീട്ടിൽ നമുക്ക് അത്രയും സമയം നമ്മൾ വേറെയുള്ള ടെൻഷൻ അടിക്കുന്ന കാര്യങ്ങളൊന്നും ഓർക്കണില്ല, ചിന്തിക്കുന്നില്ല, അതിനുള്ള സമയം കിട്ടണില്ല, നമ്മൾ എൻഗേജ്ഡായി പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര സാറ്റിസ്ഫാക്ഷനുള്ള ഒരു കാര്യമാണ് എനിക്ക് വീഡിയോ എടുക്കുന്നത്. എൻ്റെ വീഡിയോയിൽ എനിക്ക് ഡാൻസ് അറിയില്ല, പാട്ടറിയില്ല, പക്ഷേ എനിക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ കയറുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായിട്ട്. ഏത് സോഷ്യൽ മീഡിയയിലായാലും ഏത് പ്ലാറ്റ്ഫോമിലായാലും വീഡിയോ ഇടുമ്പോൾ എനിക്കറിയാലോ, ഞാൻ ആഗ്രഹിച്ച പോലെയുള്ള ഫോളോവേഴ്സൊക്കെ എനിക്ക് എല്ലായിടത്തും കിട്ടുന്നുണ്ട്. ഞാൻ പറയും എന്നെ ഇഷ്ടപ്പെടാനുള്ള ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. എന്നെ കളിയാക്കുന്നവരോട് ഞാൻ പറയും ഞാൻ ആ ഒരു കാറ്റഗറിക്ക് ഉള്ള ആൾക്കാരിലേക്ക് എൻ്റെ വീഡിയോ പോണത്. അങ്ങനത്തെ ഈ വീഡിയോസ് ഇഷ്ടമുള്ളവർക്ക് പോകുമ്പോൾ അവർ നമ്മളെ ഇഷ്ടപ്പെടും, അവർ നമ്മളെ ഫോളോ ചെയ്യുമല്ലോ. അതിൽ ഞാൻ ഹാപ്പിയാണ്. കാരണം ഇപ്പം ഞാൻ എൻ്റെ വീഡിയോ വലിയ ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത രീതിയിലുള്ള വീഡിയോ ആണെന്ന് പറയുമ്പോൾ അവരുടെ ആ ഒരു ലെവലിനനുസരിച്ചിട്ടല്ല എൻ്റെ വീഡിയോ. അത് ഞാൻ അങ്ങനെ ആശ്വസിക്കും, അവർക്കനുസരിച്ചിട്ടുള്ളതല്ല. അതുപോലെ തന്നെ ഈ പോസ്റ്റ് ഇടുമ്പോൾ അത് ഇടുന്ന ഒരു വ്യക്തിക്കൊരു സന്തോഷമുണ്ട്. നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മളൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലേ, അത് പ്രധാനമാണ്. അതിൻ്റെ ഭാഗമായിട്ട് ആ കിച്ചുവിൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഇട്ടതാകും. അതിൽ ഇത്ര അധികം രേണുവിന് പറയേണ്ട കാര്യമൊന്നുമില്ല. അവൻ്റെ അനിയന് വേണ്ടിയിട്ട് അവൻ വായിക്കോ അറിയോ നോക്കിയിട്ടല്ല ഇതിട്ടിട്ടുണ്ടാവുക. അപ്പോൾ വീണ്ടും രേണു തന്നെയാണ് ഈ കിച്ചുവിനെ സൈബർ ബുള്ളിങ്ങിനെ ഇട്ടുകൊടുക്കുന്നത്. ഇത് കൊച്ചു വായിക്കാൻ വേണ്ടി ഇട്ടതാ കേട്ടോ, അല്ലാതെ വേറൊന്നിനും എന്നെ സൈബർ ബുള്ളിങ്ങിനെ കൊടുത്തതല്ല. ഇപ്പൊ എല്ലാവരും ഇട്ട് അലക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും അത് വലിയ വിവാദമാക്കി ആൾക്കാർ. ഞാൻ അവനെ സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുത്തു, ഞാൻ രാഹുലിനെ കിച്ചുവിനെ സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുത്തു. അപ്പൊ ഇത് എന്നെ സൈബർ ബുള്ളിങ്ങിന് ഇട്ടതല്ല കേട്ടോ, ഇത് കൊച്ചു വായിക്കാൻ വേണ്ടിയിട്ട്, 7 വയസ്സുള്ള കുട്ടി വായിക്കാൻ വേണ്ടി ഇട്ടതാണ്. പക്ഷെ എന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവുന്നത് നീ അറിയണം. അത് ഞാനല്ല അറിയേണ്ടത്, ഋതപ്പനാണ് അറിയേണ്ടത്. ഋതപ്പൻ ഇതൊന്നും മനസ്സിലായിട്ടില്ല, കാരണം ഋതപ്പൻ ഇതൊന്നും വായിക്കാൻ അറിയില്ല. പിന്നെ ഈ കുട്ടിയുടെ മുന്നിൽ വെച്ചിട്ട് ഈ രാഹുൽ ദാസ് കിച്ചു എന്ന് പറഞ്ഞിട്ട് കുറ്റം പറയുമ്പോൾ കുട്ടികൾക്കായാലും കുറേയൊക്കെ മനസ്സിലാവും. ആ കുട്ടിയുടെ മനസ്സിലും കൂടി ഈ കിച്ചുവിനെതിരെയുള്ള ദേഷ്യം ഡെലിബറേറ്റ് മനഃപൂർവ്വം ഉണ്ടാക്കിയെടുക്കുകയാണ് ഇപ്പോൾ ഈ രണ്ടാനമ്മ എന്ന് പറഞ്ഞ വ്യക്തി ചെയ്യുന്നത്. മെയിനായിട്ട് എനിക്ക് തോന്നുന്നത് ആ കുട്ടി ഇപ്പോൾ നന്നായിട്ട് അത് നല്ല വളർച്ചയിലാണെന്ന് അതിന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇനിയിപ്പോൾ ഒരു ഇൻകം ഏൺ ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് പോയല്ലോ എന്നുള്ളൊരു ദേഷ്യം എന്തൊക്കെയോ ആണ് ഇതിനുള്ളിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. അനുഭവിക്കുന്നതായ കാര്യങ്ങൾ ഒരുപക്ഷെ നിനക്ക് പൂർണ്ണമായി മനസ്സിലാകണമെന്നില്ല. ഋതപ്പന്റെ ചേട്ടൻ ഋതപ്പന് വേണ്ടിയിട്ട് ഇട്ട് തന്ന കേട്ടോ, അതെല്ലാം ഞാൻ അമ്മ വായിച്ചേരിയ. ഋതപ്പൻ ഇതൊന്നും മനസ്സിലാകത്തില്ലെന്ന്. പക്ഷെ ഒരു ദിവസം നീ അതെല്ലാം മനസ്സിലാക്കും. അതുവരെ നീ എനിക്ക് എത്രത്തോളം പ്രിയപ്പെട്ടവനാണെന്ന് മാത്രം ഓർക്കണം. എങ്ങനെ അറിയാനോ, എങ്ങനെ മനസ്സിലാക്കാനാണ്? നിനക്ക് ഫോൺ ഉണ്ടല്ലോ, നിനക്ക് പോസ്റ്റ് ഇടാമെങ്കിൽ നിനക്ക് ഒരു വീഡിയോ കോൾ ചെയ്ത് കൊച്ചിനൊരു ഹാപ്പി ബർത്ത്ഡേ പറയാലോ. പക്ഷെ സൂചിച്ച അപ്പോൾ ബ്ലോക്ക് ചെയ്താൽ ചെയ്യാൻ പറ്റുമോ? ബ്ലോക്ക് ചെയ്തെന്ന് കുറച്ച് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ്, അത് മറന്നുപോയോ? ഇവനോട് ഉള്ള സ്നേഹം
അവര് കാണിച്ചു. ഒന്നുമല്ല, ഒരു വീഡിയോ കോൾ ചെയ്താൽ കുഞ്ഞിന് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു. കാരണം നിന്നെക്കാൾ തന്നെ ഇവനും ആ വീട്ടിലെ കുട്ടിയാണെന്നാണ് അവർ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് എന്നെ വിളിച്ചില്ല, ഞാനുമായിട്ട് ബന്ധമില്ലെന്ന് പറഞ്ഞു എന്നെ വിളിക്കേണ്ട കാര്യമില്ല. പക്ഷെ ആ കുട്ടിയെ വിളിച്ചല്ലോ. അതുപോലെ നിനക്ക് നിന്റെ അനിയനെ വിളിക്കാതെ ഇവിടെ ആരും എതിർക്കുന്നില്ല. അന്ന് നിങ്ങൾ ഇവിടെ വീട്ടിൽ വന്നപ്പോഴത്തേന് എന്റെ വീട്ടുകാരെ അത്രത്തോളം നീ അത് പറഞ്ഞ് സൈബർ ബുള്ളിങ്ങിന് ഏറ്റു കൊടുത്തിട്ട് പോലും എന്റെ വീട്ടുകാർ ഒരു മാർ നിൽക്കാൻ നിങ്ങളോടോ നിങ്ങളുടെ സുധിച്ചേട്ടന്റെ വീട്ടുകാരോട് പറഞ്ഞിട്ടില്ല. ഈ വീട് സ്ഥലവും ഈ തിരുമേനി എഴുതി തന്നേക്കുന്നതിന് മൃദുലിനും രാഹുലിനും കൂടെയാണ്, കിച്ചുവിനും കൂടെയാണ്. പക്ഷെ നിങ്ങളത് മാറി നിൽക്കാൻ പറയാൻ പറ്റില്ല. ഇപ്പം പറഞ്ഞല്ലോ, ഋതുലിനും രാഹുലിനും കൂടിയാണ്. അതുകൊണ്ട് തന്നെ മാറി നിൽക്കാൻ പറയാൻ പറ്റില്ല. അവർ സ്വയം മാറി നിൽക്കുകയാണ്. അത് വേറെ കാര്യം, അത് നമുക്ക് എല്ലാവർക്കും അറിയണ കാര്യമാണ്. പിന്നെ ഇവരെല്ലാവരും വിളിച്ച് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിച്ചാൽ അവർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവില്ല. പിന്നെ അവർക്കെതിരെ അല്ലല്ലോ ഈ ഇടുന്ന വീഡിയോസ് ഒന്നും. ഇതെല്ലാം ഇടുന്നത് ആ കിച്ചുവിനെ നാണം കെടുത്താന്ന് വിചാരിച്ചിട്ട് ഇടുന്നതാണ്. പക്ഷെ രേണു സ്വയം നാണം കെടുകയാണ് ചെയ്യുന്നത്. അത് നമ്മളെല്ലാവരും കാണുന്നുണ്ട്. കിച്ചുവിനെ മൃദുലിനെ അവകാശപ്പെട്ട വീടാണ്. ഞാൻ എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇങ്ങോട്ട് വരണ്ടെന്നോ എന്റെ കൊച്ചിനോട് മിണ്ടണ്ടെന്നോ ഒന്നും? ഞാൻ നിന്റെ അനിയനാണെങ്കിൽ നിനക്ക് വരാമല്ലോ, നിനക്ക് കാണാറുണ്ടല്ലോ, നിനക്ക് വീഡിയോ കോൾ ചെയ്യാമല്ലോ. ഈ പോസ്റ്റ് ഇട്ടത് എന്നെ സൈബർ ആക്രമണത്തിന് ഇട്ട് കൊടുക്കാറില്ലായിരുന്നു. അതേ ഞാൻ പറഞ്ഞോളൂ. ഇപ്പൊ എനിക്കിത് പറയണമെന്നുണ്ടായിരുന്നു. ഞാൻ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല, ഋതുലിനോടും പറഞ്ഞിട്ടില്ല, അത് നിന്റെ ചേട്ടനല്ലെന്നും പറഞ്ഞിട്ടില്ല, അത് നിന്റെ അച്ഛന്റെ വീട്ടുകാരല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അവരുടെ ബന്ധം അവര് രാവിലെ എന്താണ് കൊച്ചിനെ വിളിച്ച് വീഡിയോ കോൾ ചെയ്തു. പിന്നെ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഒരാൾ കിച്ചു ഇങ്ങനെ ഇടണില്ല, അത് വേറെ കാര്യം. രേണുവാണ് ഇടയ്ക്കിടയ്ക്ക് എല്ലാം ഒതുങ്ങിയ സമയത്ത് ആ മീഡിയനെ വിളിച്ചിരുന്നിട്ട് കിച്ചുവിൻ്റെ വീട്ടുകാരൊക്കെ പറ്റി പറഞ്ഞത്. നിങ്ങൾക്ക് ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഫോൺ ചെയ്തിട്ട് പറയുക. അല്ലാണ്ട് ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ബന്ധം കൂടുതൽ വഷളാവുള്ളൂ. എന്തായാലും ഈ ഒരു ബന്ധം ശരിയാവുമെന്ന് തോന്നുന്നില്ല. കാരണം വെറുപ്പിൻ്റെ അങ്ങേ തല എത്തുകയല്ലേ. അത് രേണു ഒരു അത്യാവശ്യം പ്രായമൊക്കെ ആയിട്ടുള്ള ഒരു വ്യക്തിയല്ലേ. അതിൻ്റേതായിട്ടുള്ള പ്രായത്തിൻ്റേതായിട്ടുള്ളൊരു വകതിരിവെങ്കിലും കാണിക്കാം. പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു രോഗാവസ്ഥയിലും ഇങ്ങനെയുള്ള ചികിത്സയിൽ കൂടെ ഒക്കെ കടന്നു പോകുന്നതാണ്. അപ്പോൾ ഇത്രയും ദേഷ്യം വെറുപ്പും വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചികിത്സിക്കുന്നതിന് ഒരു കാര്യം ഉണ്ടാവണ്ടേ. നമുക്കിപ്പോൾ വേണ്ടത് ഓണക്കാലമൊക്കെയാണ്, കുറച്ചൊക്കെ സന്തോഷത്തിലും ആ കുട്ടീനെയും കളിപ്പിച്ചിട്ട് നല്ല നല്ല വീഡിയോസൊക്കെ ഇട്ടിട്ടിരിക്കുക. ഇത് എനിക്ക് തോന്നുന്നു എന്നും ഇങ്ങനെ രേണു എന്നിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കണം. എന്നാലേ ഈ രേണുവിൻ്റെ വീഡിയോ എന്നും ഇങ്ങനെ റീച്ചിൽ നിൽക്കുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഇൻ്റർവ്യൂ നടത്തിയിട്ട് ഈ കിച്ചുവിനെതിരെയുള്ള വിഷയങ്ങളൊക്കെ രേണു പബ്ലിക്കിന് ഇട്ട് കൊടുത്തത്. അപ്പോൾ പിന്നെ അതിന് ആൾക്കാരെല്ലാവരും വ്ളോഗേഴ്സൊക്കെ ഇട്ട് റിയാക്ട് ചെയ്ത് അങ്ങനെ വരുമ്പോൾ രേണുവിൻ്റെ വീഡിയോ എന്നോ റീച്ച് ആയിക്കൊണ്ടേ ഇരിക്കുക. എന്നോ നല്ലൊരു വരുമാനം കിട്ടും. ഈ നാണം കെട്ടും പണം നേടുക എന്നല്ലേ, അതാണ് ഇതിൻ്റെ പോളിസി, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. എനിക്ക് വേണ്ടി ഇട്ടതാണേ ഓക്കെ, ശരി, ഞാൻ വായിച്ചിട്ടുള്ളൂ. ആ കൊച്ചിന് വേണ്ടി ഇട്ടതാണ്, അതിനൊന്നും മനസ്സിലാകുന്നില്ല, അതിനൊന്നും അറിയത്തുമില്ല. ഞാൻ എന്തായാലും ആരുമില്ലെങ്കിൽ ഞാൻ കിടന്നോണ്ട് ക്യാൻസർ ആണെങ്കിലും ഞാൻ എൻ്റെ സ്വർണം പണയം വെച്ചിട്ടാണെങ്കിലും ഞാൻ എൻ്റെ കൊച്ചിന് ബർത്ത്ഡേ ഗിഫ്റ്റും കൊടുത്തു. ഞാൻ എൻ്റെ കൊച്ചിന് കേക്ക് ഞാൻ മേടിക്കുന്നുണ്ട്. കേക്ക് മേടിച്ച് വൈകിട്ട് ഞാൻ മുറിക്കുന്നുണ്ട്. ബർത്ത്ഡേ വ്ളോഗും ഞാൻ എടുക്കുന്നുണ്ട്. കാരണം എനിക്ക് എൻ്റെ കുഞ്ഞിനെ സങ്കടപ്പെടുത്താൻ പറ്റില്ല. എത്ര ക്യാൻസർ ആണെന്ന് പറഞ്ഞാലും എത്ര കിടന്നെന്ന് പറഞ്ഞാലും എനിക്ക് എൻ്റെ കുഞ്ഞിനെ സങ്കടപ്പെടുത്താൻ പറ്റത്തില്ല. പിന്നെ കിച്ചു പറഞ്ഞു ഇപ്പോൾ എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റാത്ത സാഹചര്യമാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കിച്ചുവിന് ഒരു ഗിഫ്റ്റ് ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ കിച്ചുവിന് ഇനി എത്രയോ സമയവും സാഹചര്യങ്ങളും കിടക്കുന്നുണ്ടായിരിക്കും ആ കുട്ടിക്ക് വേണ്ടിയിട്ട് നല്ല നല്ല ഗിഫ്റ്റ് വാങ്ങി കൊടുക്കാനും അതിനെ സന്തോഷിപ്പിക്കാനൊക്കെ. കിച്ചുവിന് ആ കുട്ടീനെ ഇഷ്ടമാണ്, അതിനെ കൊണ്ടുനടക്കുന്നതും അതിനെ ഹാപ്പിയാക്കി വിടണമൊക്കെ നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട് വീഡിയോ. ഇതിപ്പോൾ തന്നില്ല എന്ന് നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രകടനം പോലെയാണ് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇത് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബർത്ത്ഡേ മാത്രമല്ല, ഈ വരുന്ന ബർത്ത്ഡേക്കും ആ കുട്ടിയും വലുതാവുകയാണ്. തമ്മിൽ ഇഷ്ടമാണെങ്കിൽ അവർക്ക് പിന്നെയും കൊടുക്കുക. ഇത് എന്താ അപ്പം ഇതിനൊക്കെ പറയുക? മനസ്സിലായി. എന്ത് സാഹചര്യമാണെങ്കിലും ഞാൻ അവന്റെ സ്വന്തം അമ്മയാണ്. അപ്പോൾ നീ അവന്റെ സ്വന്തം ചേട്ടനാണെന്ന് നീ മനസ്സിലാക്കുക. കാരണം കൊല്ലസുതിരെ രക്തത്തിൽ പറഞ്ഞ രണ്ട് മക്കളെ ഉള്ളൂ, കിച്ചുവും ഋതുലും. അപ്പൊ നിങ്ങൾ ചേട്ടനും അനിയനോട് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല, ഞാൻ ഒരു ഇന്റർവ്യൂലും പറഞ്ഞിട്ടില്ല അവരെ തമ്മിൽ തെറ്റിക്കാൻ ഞാൻ ഇന്ന് വരെ നോക്കില്ല. എന്റെ ബന്ധമാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ബന്ധമില്ലായിരിക്കും, മനസ്സിലായി. പക്ഷെ ഞാൻ ഒരിക്കലും ഋതുലിനോട് പറഞ്ഞിട്ടില്ല, മനസ്സിലായോ? അപ്പം ഋതുലിനോട് സ്നേഹമുള്ള ആളാണെങ്കിൽ നീ വന്ന് അവരെ കാണുകയും ഗിഫ്റ്റൊക്കെ മേടിച്ചു കൊടുക്കണം. അല്ലാതെ ഈ പോസ്റ്റ് അതെ ഇപ്പൊ കൊടുത്തിട്ടില്ലേ ഭാവിയിൽ കൊടുക്കുന്നാവും കിച്ചു ആഗ്രഹിക്കുന്നത് കേട്ടാ. ഇത് കിട്ടാത്ത ചില ആൾക്കാരുണ്ട്, ഇങ്ങനെ കിട്ടാനായിട്ട് ഇങ്ങനെ അങ്ങനെ പറയണ കുറേ ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ആ ഒരു ടൈപ്പ് സ്വഭാവമാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ ടി വി ഇല്ല വെച്ചിട്ട് ഇങ്ങനെ പറയും. അപ്പോൾ ഈ വാങ്ങിക്കൊടുക്കാൻ സാധ്യതയുള്ള ആൾക്കാരോടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അവരിത് വാങ്ങിക്കൊടുക്കും. അതേപോലെയാണ് ഇപ്പോൾ അവനെത്തി വരുമാനമൊക്കെ കിട്ടൽ തുടങ്ങില്ല. ഇത് മെയിൻ മക്കളെ അസൂയാണ്, വേറെ ഒന്നുമല്ല. ആ വരുമാനം ഉണ്ടാക്കുന്നതും ഇങ്ങനെ ആൾക്കാരുടെ ഇടയിൽ ഫേമസ് ആവുന്നതും അതൊന്നും കണ്ടിട്ട് സഹിക്കണില്ല. അപ്പോൾ നിങ്ങൾക്കൊക്കെ എന്താണ് അഭിപ്രായം വീഡിയോനെ പറ്റിയിട്ട്? നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ആക്കാൻ മറക്കരുത് കേട്ടോ.